അനുരാഗിയുടെ സ്വർഗം. ഒരു ദിവ്യാനുരാഗിയുടെ സ്വർഗം എവിടെയാണ്? ആത്മാന്വേഷി മൗലായോട് ചോദിച്ചു. ഒരു ദിവ്യാനുരാഗി അനുരാഗപൂർണിമയിൽ അനുഭവിക്കുന്ന ഏകത്വത്തിൻ്റെ സാക്ഷാത്കാരമാണ് സ്വർഗം. ആത്മശാന്തിയുടെയും സ്വസ്തിയുടെയും നിതാന്തമായ വിശ്രാന്തിയാണത്. മൗല പ്രതിവചിച്ചു. അപ്പോൾ എന്താണ് നരകം? അന്വേഷി വീണ്ടും ചോദിച്ചു. പ്രണയഭാജനത്തെ അറിയാതെ, അനുരാഗമറിയാതെ വസ്തുക്കളിൽ കുടുങ്ങി അശാന്തിയിൽ ജീവിക്കുന്നവനാണ് നരകത്തിൽ വസിക്കുന്നത്. മൗല തുടർന്നു. ഈ പ്രപഞ്ചത്തിൽ യാതൊരു വസ്തുവും വെറുതെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഓരോ വസ്തുവും അനശ്വരനാഥനിലേക്കുള്ള വഴിവെളിച്ചമാണ്. ആ ദിവ്യപ്രകാശം കാണാനാവാതെ വസ്തുവിനെ മാത്രം കണ്ട് അതിൽ അഭിരമിക്കുന്നവന് സ്വർഗരാജ്യം നഷ്ടമാകുന്നു. മൗലായുടെ വാക്കുകൾ വളരെ ഹൃദ്യതയോടെ ശ്രവിച്ച അന്വേഷി ശേഷം ഇങ്ങനെ ചോദിച്ചു. എങ്ങനെയാണ് ഈ സ്വർഗം നിത്യമായി അനുഭവിക്കാനാവുക? ഒരു കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമാകുമ്പോൾ മൗല ഒരു മന്ദഹാസത്തോടെ പറഞ്ഞു.